അമ്മേ, ഞങ്ങൾ ഇറങ്ങാം. അമ്മേ, ഞങ്ങൾ പോയിട്ട് വരാം. നിങ്ങൾ രജിസ്റ്റർ ഓഫീസിലേക്കാണ് പോകുന്നത്? അതെന്താ അമ്മ അങ്ങനെ ചോദിക്കുന്നത്? ഇന്ന് അനാഥാലയത്തിന് വേണ്ടി നോക്കിവെച്ച പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷൻ അല്ലേ? അപശകനം പറയാണെന്ന് ചിന്തിക്കരുത്. ഇത് നടക്കുമോ മോനെ? നടക്കില്ലെന്ന് തന്നെ എന്റെ മനസ്സ് പറയുന്നത്. ആ സംശയം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ആ പ്രോപ്പർട്ടി നിധിയുടെ പേരിൽ തന്നെ എഴുതുന്ന നിധി ഉറപ്പ് പറയുന്നുണ്ട്. എങ്ങനെ? ആ ഐഡിയ എന്താണെന്ന് ഞാൻ ഇവളോട് പലവട്ടം ചോദിച്ചതാ, എന്നോടും പറഞ്ഞിട്ടില്ല. എങ്ങനെയാ മോളെ, നീ എന്ത് വഴിയാ ആലോചിച്ചു വെച്ചിരിക്കുന്നത്? അമ്മയ്ക്ക് എന്നെ വിശ്വാസമല്ലേ? വെറും വാക്കൊന്നും ഞാൻ പറയാറില്ലല്ലോ. ഒരല്പസമയം കൂടി അമ്മയൊന്ന് സമാധാനപ്പെടാം. സിനിമ തുടങ്ങും മുൻപേ അതിന്റെ ക്ലൈമാക്സ് എന്താന്ന് പറഞ്ഞാൽ അതിന്റെ ത്രില്ല് പോവില്ലേ? എനിക്ക് പേടിയാ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. തൽക്കാലം അമ്മ വിഷമിക്കണ്ട. പൂജാമുറിയിൽ ചെന്ന് വിളക്ക് കത്തിച്ചു വെച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് മാത്രം മതി. ഞങ്ങൾ ജയിച്ച് തിരിച്ചു വരും. ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. പോയിട്ട് വരാം. പോട്ടെ. എങ്ങോട്ടാ രണ്ടുപേരും കൂടി ഒരുങ്ങിക്കെട്ടി പോകുന്നത്? രജിസ്ട്രാർ ഓഫീസിലേക്കുള്ള പുറപ്പാടായിരിക്കും. കഷ്ടം. ഐ എം സോറി മൈ ഡിയർ സൺ. ഇങ്ങനെ അധപ്പതിക്കരുത് നീ. ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആയിരുന്നു നീ. ഒരു പ്രിൻസിപ്പൽ നിനക്കും അറിയാം. ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോ ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിലും ഒരു വെളിച്ചം ഉണ്ടാവണം. ഇരുട്ടിൽ തപ്പരുത്. കണ്ണും പൂട്ടി ഇരുട്ടിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ ഏതെങ്കിലും ഭിത്തിയിൽ ചെന്ന് ഇടിച്ചു നിൽക്കും. ആ ഗതികേടാ നിനക്ക് സംഭവിക്കാൻ പോകുന്നത്. രജിസ്ട്രേഷന് വേണ്ടി CKC ടോക്കൺ എടുത്തു കഴിഞ്ഞു. എന്നിട്ടും ഈ കോൺഫിഡൻസ് നിനക്ക് എവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയാം. ഇവളുടെ വാക്കും കേട്ട് ഇറങ്ങിപ്പോയി അവസാനം ഈശ്വരമംഗലത്തിന്റെ പേരും കെടുത്തി തോറ്റു തുന്നം പാടി തിരിച്ചു വരേണ്ടി വരും നിനക്ക്. നിന്നെ ഏത് സ്ഥലത്തും കൊണ്ടുപോയി നാണം കെടുത്തി അത് ആഘോഷിക്കുന്ന ഒരു സാഡിസ്റ്റ് മൈൻഡാ ഇവൾക്ക്. ആൻഡി ഇപ്പോഴും ടെസ്റ്റ് ക്രിക്കറ്റിന്റെ യുഗത്തിലാണ് ജീവിക്കുന്നത്. കാലം മാറി. ഇപ്പോ 2020 യുഗമാണ്. അവസാന ബാറ്റ്സ്മാൻ ഇറങ്ങി അവസാന ബോളിൽ 6 അടിച്ച് ജയിപ്പിച്ച ചരിത്രമൊക്കെ ഉണ്ട്. അത് മറക്കണ്ട. ഓ, മാഡം നോക്കിക്കോ, ഇന്ന് ജയിക്കാൻ പോകുന്നത് ഞങ്ങളായിരിക്കും. സോമശേഖരൻ സാറിന്റെ ആ പ്രോപ്പർട്ടി നിധി ഗൗതമിന്റെ പേരിലായിരിക്കും രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. ഓവർ കോൺഫിഡൻസേ പരാജയത്തിനുള്ള മരുന്നാ. നിന്റെ ഈ ദിവാസ്വപ്നം എല്ലാം ഇന്നത്തോടെ അവസാനിക്കും. നിധി, നാളെ രാവിലെ കൃത്യം 9 മണിക്ക് ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ കസേരയില് ഈ വസുന്ധരയായിരിക്കും ഇരിക്കാൻ പോകുന്നത്. അതെന്റെ രണ്ടാമത്തെ ആഗ്രഹമാണ്. ഞാൻ ചെയർമാൻ സീറ്റിലേക്ക് തിരികെ എത്തുന്നതിന് മുന്നേ നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കും. അത് കഴിഞ്ഞേ ഞാൻ ഓഫീസിലേക്ക് പോകൂ. ആ മഹത്കർമ്മം ഇന്ന് തന്നെ നടക്കും. ഇതിനെയാണ് ചീട്ട് കൊട്ടാരം എന്ന് പറയുന്നത്. എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും കെട്ടിക്കേറിക്കും. അത് തകർന്നു വീഴാൻ പോകുന്നത് രജിസ്റ്റർ ഓഫീസിൽ മുദ്രപത്രത്തിൽ ഞാൻ ഒപ്പുവെക്കുന്നത് കാണുമ്പോഴായിരിക്കും. ഗൗതം, സമയം കളയണ്ട, വയറങ്ങും. പോട്ടോ. പോയിട്ട് വരാമേ. എല്ലാം ഭംഗിയായിട്ട് നടക്കും. ചെല്ലേ. എന്റെ ഭഗവാനെ. മരുമോളുടെ പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചോ.
രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഞാൻ തിരികെ വന്ന ആദ്യത്തെ പരിപാടി അവളെ ഇവിടുന്ന് പുറത്താക്കുക എന്നതായിരിക്കും. ഒരു മുന്നറിയിപ്പ് ഞാൻ തന്നേക്കാം. വെല്ലുവിളിക്കുമ്പോ കാണിച്ച തന്റെ ഇടം കാണിക്കണം. ഓരോ പുതിയ പുതിയ ന്യായങ്ങളും കണ്ടുപിടിച്ചോണ്ട് വരരുത്. ഇന്ന് രാത്രി നിധി ഈ വീട്ടിലുണ്ടാവില്ല, ഉറപ്പ്. അനന്തപത്മനാഭ കാത്തോണേ. വാ ഗൗതം. നീ തന്നിരിക്കുന്ന ഉറപ്പാണ് എന്റെ ആശ്വാസം. അവസാന നിമിഷം നീ എന്ത് മാജിക്കാ കാണിക്കാൻ പോണെന്ന് എനിക്ക് എപ്പോഴും അറിയില്ല. എന്ത് പണിയാണ് നീ ഒപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കും ഈ മൊമെന്റ്സ് ഒക്കെ ഒന്ന് ആസ്വദിക്കാമല്ലോ. മാജിക്കിന്റെ ഗുട്ടൻസ് മനസ്സിലായി കഴിഞ്ഞാ പിന്നെ അത് ആസ്വദിക്കാൻ പറ്റില്ല ഗൗതം. പിന്നെ രജിസ്ട്രേഷൻ എന്റെ പേരിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ ഭയം വേണ്ട, നടന്നിരിക്കും. ഗൗതം സമാധാനായിട്ടിരിക്കും. അല്ല, ആ CKCയും വസുന്ധരാമ്മയും സോമശേഖര സാറിനൊന്നും കാണുന്നില്ലല്ലോ. എല്ലാവരും വരും, വന്നേ പറ്റൂ. എന്നാലേ എന്റെ ലക്ഷ്യം പൂർണ്ണമാവും. സമയമുണ്ടല്ലോ, വരും. അതെ, ഡോക്യുമെന്റ്സ് ഒക്കെ ശരിയാക്കി വെച്ചിരിക്കുക. വാങ്ങുന്നത് 2 കക്ഷികളല്ലേ, ഒരു വസുന്ധരയും ചന്ദ്രബോസും. അവര് വന്നാലുടനെ രജിസ്ട്രേഷൻ നടത്താം. ശരി. സാർ, ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ പോലെ ഒരക്ഷരം മിണ്ടാതെ എന്താങ്ങ് പോകുന്നത്? സാറിനെ അന്വേഷിച്ച ഒരു ദിവസം ഞങ്ങൾ വീട്ടിൽ വന്നിരുന്നു. ഭാര്യ പറഞ്ഞു കാണുമല്ലോ. അവസാന നിമിഷം സാർ എന്തിനാ സാർ ഞങ്ങളോട് ഈ ചതി ചെയ്തത്? കുറച്ച് പണം അധികം കിട്ടുമെന്ന് പറഞ്ഞപ്പോ വാങ്ങിയ അഡ്വാൻസ് പോലും തിരികെ തന്നിട്ട് നിങ്ങൾ കാല് മാറിയല്ലേ? ഇതൊക്കെ മാന്യമാർക്ക് യോജിച്ച പണിയാണോ? അത് മാന്യതയല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പ്രതികരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കില്ലെന്നും എനിക്കറിയാം. പക്ഷേ ഒരു വലിയ തുക CKC ഓഫർ ചെയ്തുകൊണ്ടല്ല ഞാൻ അവർക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. ഞാനൊരു ഹൃദ്രോഗിയാണ് സാർ. എനിക്കെന്തെങ്കിലും പറ്റിപ്പോയാൽ എന്റെ ഭാര്യ തനിച്ചാവും. അവൾക്ക് ആരുമില്ല.